ടിൻഡു, ഇന്ന് ഏതു പരീക്ഷയാണെന്ന് നിനക്ക് വല്ല നിശ്ചയമുണ്ടോ? ശരിയാ, ഇന്നലെ നമ്മുടെ രവിയേട്ടന്റെ മകളുടെ കല്യാണം. പരീക്ഷ കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോണം. ബിരിയാണി ആയിരിക്കും. എടാ, പരീക്ഷയുടെ കാര്യം പറയുമ്പോ അത് പറ. കല്യാണമൊക്കെ പിന്നെ. ഇന്ന് ഇംഗ്ലീഷോ? നോ പ്രോബ്ലം. ഞാൻ അതിനുള്ള തയ്യാറെടുപ്പുമായിട്ടാടാ വന്നത്. ഓ, അപ്പൊ നീ എല്ലാം പഠിച്ചു കഴിഞ്ഞല്ലേ? നീ പോടാ ദീപു. 2 പ്ലേറ്റ് ബിരിയാണി ഒറ്റ ഇരിപ്പിന് ഞാൻ തട്ടിവിടും. അക്കാര്യമാ പറഞ്ഞത്. ദൈവമേ, ഇവന്റെ തല നിറയെ ബിരിയാണി ആണല്ലോ. ഇവൻ എന്താണോ എന്ന് പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്നത്. എല്ലാരും മുടിഞ്ഞ എഴുത്താ. ഇവന്മാർ ഇതൊക്കെ ഇങ്ങനെ ഓർത്തു വെക്കുന്നു. എന്റെ കാര്യം കഷ്ടമായല്ലോ ദൈവമേ. ഞാനിതെങ്ങനെ സഹിക്കും? എനിക്ക് സഹിക്കാൻ വയ്യ. എന്താ അവിടെ ഒരു ബഹളം? സോറേ, ദേ ടിൻഡു ഇരുന്ന് കരയുന്നു. എന്താ ടിൻഡു, എന്ത് പറ്റി? എന്തിനാ കരയുന്നത്? അത് സാറേ, ഞാൻ മറന്നുപോയി. അയ്യോ. ഇതിനാണ് പറയുന്നത് ക്ലാസ്സിൽ ശ്രദ്ധിക്കണമെന്ന്. അന്നേരം വല്ലയിടത്തും വായ നോക്കിയിരുന്നത് കൊണ്ടാ ചോദ്യപേപ്പർ കൈ കിട്ടിയപ്പോ ഉത്തരം ഓർമ്മയില്ലാതെ ഇങ്ങനെ കാറേണ്ടി വരുന്നത്. അയ്യോ, അതല്ല കാര്യം. ഞാൻ മറന്നത് ഉത്തരമല്ല സാറേ. പിന്നെ എന്തിനാടാ നീ ഇങ്ങനെ വലിയ വായിൽ നിലവിളിക്കുന്നത്? എന്റെ പൊന്നു സാറേ, ഞാൻ ഉത്തരങ്ങളെല്ലാം നല്ല വൃത്തിയായി ഡെസ്കിന്റെ പുറത്ത് എഴുതി വെച്ചിരുന്നതാ. ഇരുന്നപ്പോ ഡെസ്ക് മാറിപ്പോയി. ഞാനൊന്ന് അവിടെ പോയി ഇരുന്നോട്ടെ പ്ലീസ്.